നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കെ മുരളീധരന്റെ പരാജയം. തൃശൂർ DCC ഓഫീസിൽ കെ മുരളീധരൻ വിഭാഗവും ജോസ് വള്ളൂർ വിഭാഗവും തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ കേസെടുത്ത പോലീസ്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC പ്രസിഡന്റ് ഒന്നാം പ്രതി. വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും തീരുമാനിച്ച് KPCC നേതൃത്വം. പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ സുഹൃത്ത് കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ 34-കാരൻ ജയേഷിന്. ആക്രമണം നടന്നത് വ്യക്തിവൈരാഗ്യത്താൽ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നാടെങ്ങും അഭിനന്ദന പ്രവാഹം. ഷൊർണൂരിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് P. മമ്മിക്കുട്ടി MLAയും പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മുഹമ്മദ് മുഹ്സിൻ MLAയും ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങി KPCC. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം സംഘർഷത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20ഓളം പേർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർക്കാകെ നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്നാണ് ഗ്രൂപ്പ് ഭേദമന്യേ ആവശ്യമുയരുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിൽ സംശയനിഴലിലായ DCCക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഏറ്റെടുത്തെങ്കിലും തൃശൂരിലെ പോസ്റ്റർ യുദ്ധം കൂട്ടത്തല്ല് വരെ എത്തി. കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും പാർട്ടിക്ക് ഇനിയും നാണക്കേടുണ്ടാക്കരുതെന്നുമാണ് ഇരു വിഭാഗത്തിനും നേതാക്കൾ നൽകിയ താക്കീത്. കെ മുരളീധരനും ഇതേ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചും DCC ഓഫീസിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി KPCC അധ്യക്ഷൻ K. സുധാകരൻ തൃശൂരിലെത്തുമെന്നാണ് സൂചന. അതേസമയം ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ സജീവൻ കുര്യച്ചിറ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി സജീവൻ കുര്യച്ചിറയുടെ മൊഴിയെടുത്ത പോലീസ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെ കേസെടുത്തു. അന്യായമായി സംഘം ചേരുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് DCC ഓഫീസിൽ പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ. MP വിൻസെന്റിനും അനിൽ അക്കരയ്ക്കുമെതിരെയാണ് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തുടർച്ചയായി 4ാം ദിവസമാണ് തൃശൂരിലെ തോൽവിയിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിക്കുന്നത്. MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ. ഇന്നലെ വൈകിട്ടാണ് DCC ഓഫീസിൽ പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിലായി നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കൂട്ടത്തല്ലായത്. മുരളീധരൻ അനുകൂല വിഭാഗം നേതാവും DCC സെക്രട്ടറിയുമായ സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന സംഘം മർദ്ദിച്ചുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ ഇയാൾ സ്വദേശി 34 വയസ്സുള്ള ജയേഷിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടുകൂടിയാണ് സംഭവം നടന്നത്. സുഹൃത്തായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇരുവരും തമ്മിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് ജയേഷിന്റെ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് പോവുകയായിരുന്ന ജയേഷിനെ യുവാവ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മർദ്ദനത്തിൽ തലയ്ക്കു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.
പുതുപ്പറമ്പിൽ ബാഹുലയന്റെ മകൾ 17-കാരി കാർത്തികയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കടിക്കാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് കാർത്തിക. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അനുമോദന യോഗം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. എക്സലൻസ് അവാർഡ് 2024 എന്ന പേരിലാണ് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. അനുമോദന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ രാമചന്ദ്രൻ, MR മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ MK ശരത്, ശോഭന, TK ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഉപയോഗശൂന്യമായ സെപ്റ്റി ടാങ്കിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് തകർന്ന് കുഴിയിലേക്ക് വീണ പശുവിനെ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത്. മാലിന്യജലം നിറഞ്ഞ കുഴിയിൽ നിന്ന് പശുവിന്റെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. ഉടൻ തന്നെ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന വിഭാഗത്തെ വിവരം അറിയിക്കുകയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലത്തെത്തി നീണ്ട നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പരുക്കുകളൊന്നും ഏൽക്കാതെ പശുവിനെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. UDFന്റെ നേതൃത്വത്തിൽ VK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഷൊർണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായത്. UDF നേതാക്കളായ VK ശ്രീകൃഷ്ണൻ, TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, അപ്പു, വിജയപ്രകാശ് ശങ്കർ, പാലോളി ഹുസൈൻ, യൂസഫ് ഹാജി, P താഹിർ, A ഉണ്ണികൃഷ്ണൻ, K വേണുഗോപാൽ, അനിൽകുമാർ, ആനന്ദ്, പ്രവീൺ, ശാന്ത, ശ്രീകലാരാജൻ, V സരോജിനി, T സീന, VP രാധാകൃഷ്ണൻ, OM ഗോപികൃഷ്ണൻ, ശരഞ്ജിത്ത് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണം എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ്സ് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. സാധാരണക്കാരൻ, ഏറ്റവും മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അതുപോലെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ. ആദരം 2024 എന്ന പേരിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും പ്ലാവിൻ തൈകളും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് A സോമൻ, സെക്രട്ടറി ഇൻചാർജ് VP സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരള സർക്കാർ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ സംസ്ഥാന ഫാക്കൽറ്റി അംഗം T ഹാഷിം കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദൈവപ്രശ്നം നടത്തുന്നു. ജൂൺ 9, 10 തീയതികളിലാണ് ക്ഷേത്രത്തിൽ ദൈവപ്രശ്നം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ തിരുമേനിയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി അഷ്ടമംഗല ദൈവപ്രശ്നം നടത്തുന്നത്. ജ്യോതിഷ പണ്ഡിതരായ പാടൂർ പ്രമോദ് പണിക്കർ, വരവൂർ സേതുമാധവ പണിക്കർ, കരിമ്പ ഹരി തുടങ്ങിയവർ ദൈവപ്രശ്നത്തിന് നേതൃത്വം നൽകും.
2 ദിവസങ്ങളിലായി നടക്കുന്ന ദേവപ്രശ്നത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തെക്കുറിച്ച് പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി രാമചന്ദ്രൻ, പ്രസിഡന്റ് CV ദിനേശൻ, കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണകുമാർ കോലിയേരി തുടങ്ങിയവർ വിശദീകരിച്ചു. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ: ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശ്രീ പാടൂർ പ്രമോദ് പണിക്കർ, ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ വരവൂർ സേതുമാധവ് പണിക്കർ, ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ കരിമ്പ ഹരിപ്പണിക്കർ. ഈ ദേശത്തെ പ്രതിനിധീകരിച്ച് ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശശികുമാര പണിക്കർ ആണ് ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ. എല്ലാവരുടെ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നു. ജൂൺ 9-ാം തീയതി കാലത്ത് 9:30 മണിക്കാണ് നമ്മുടെ ദേവപ്രശ്നം ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം വരെ ദേവപ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം തിങ്കളാഴ്ച 10-ാം തീയതി തിങ്കളാഴ്ചയും അത് തുടരുന്നതാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും നമ്മുടെ ദേശത്തെ എല്ലാ ദേശവാസികളുടെയും പൂർണ്ണ സഹകരണവും സാന്നിധ്യവും സഹായമായി ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ബാലൻ അനുസ്മരണം നടത്തി. കുളപ്പള്ളിയിൽ നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും പാർട്ടിക്ക് വലിയ പേരുകളുണ്ടാക്കിക്കൊണ്ട് പാർട്ടിയെ സുസജ്ജമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ശ്രീ ബാലേട്ടൻ, അതുമാത്രമല്ല ഈ കേരള സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവും അതോടൊപ്പം തന്നെ ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ സംരക്ഷണം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ ബാലേട്ടൻ. കുളപ്പള്ളിയിലുള്ള ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, ജില്ലാ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, OM ഗോപികൃഷ്ണൻ, PM മുരളീധരൻ, C സരോജിനി, P വാസുദേവൻ, C ജയപ്രകാശ്, M രവീന്ദ്രൻ, വിനോദ് പുത്തൻവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുഹമ്മദ് മുഹസിൻ MLA അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. മുഹമ്മദ് മുഹസിൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി ഫീൽഡ് തലത്തിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത്. ഫീൽഡ് തലത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഡെങ്കി ആദ്യം വന്നാൽ ഇവിടെ ആയിരിക്കും, മറ്റു പലതും വന്നാൽ ഇവിടെ വരികയാണ്. അപ്പോൾ ഫീൽഡ് തലത്തിൽ ആ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമാക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് പഴയ വണ്ടി കണ്ടം ചെയ്തതിൻ്റെ ഭാഗമായി വാഹനമില്ല. അതുകൊണ്ട് ഫീൽഡിൽ പ്രവർത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞു. മുഹമ്മദ് മുഹസിൻ MLAയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയ വാഹനം നൽകിയത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, പുഷ്പലത, മെമ്പർമാരായ ദിവ്യ K. അശോകൻ, മുഹമ്മദ് അലി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. 31,63 ലക്ഷം രൂപ ചെലവിലാണ് മേൽപ്പാല നിർമ്മാണം പൂർത്തീകരിക്കുക. പൂർണ്ണമായും റെയിൽവേയുടെ ചിലവിലാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. മങ്കര ഉൾപ്പെടെ 6 റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇതിനായി 15ഓളം ഉടമകളുടെ പക്കൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സർവേ പൂർത്തിയായി. 2 മാസം മുൻപ് റെയിൽവേയുടെ നേതൃത്വത്തിൽ നിർമ്മാണത്തിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതല്ലാതെ തുടർ നടപടികളായിട്ടില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം STV വാർത്ത നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ സ്ഥലമുടമകളുമായി ചർച്ച നടത്തി ഭൂമിയുടെ വില നൽകാനാണ് അധികൃതരുടെ നീക്കം. ഉടമകളുടെ കൺസെന്റ് ലഭിച്ചാൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കും. നൂറ്റാണ്ടുകളായി മങ്കര കാളികാവ് പാലക്കാട് റൂട്ടിലെ വാഹനയാത്ര ദുരിതമായിരുന്നു. കാളികാവ് റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ 1/4 മണിക്കൂറോളം നിർത്തിയിടേണ്ട അവസ്ഥയാണ്. പാലം വരുന്നതോടെ വാഹനയാത്രക്കാരുടെ കാലങ്ങളായുള്ള ദുരിതമാണ് മാറിക്കിട്ടുക.
പാലക്കാട് കോങ്ങാട് മണ്ഡലം മങ്കര പഞ്ചായത്തിലെ റെയിൽവേ ഗേറ്റ് അവിടെ മേൽപ്പാലം റെയിൽവേ ഫണ്ട് അനുവദിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ കുറേ കാലമായി ട്രാഫിക് ജാമായിട്ടും ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രയും വേഗം ഈ മേൽപ്പാലം വരുന്നതിന് സന്തോഷപൂർവ്വം അറിയിച്ചു. റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്നും കാലതാമസമില്ലാതെ മേൽപ്പാല നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA റെയിൽവേയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കെ മുരളീധരന്റെ പരാജയം. തൃശൂർ DCC ഓഫീസിൽ കെ മുരളീധരൻ വിഭാഗവും ജോസ് വള്ളൂർ വിഭാഗവും തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC പ്രസിഡന്റ് ഒന്നാം പ്രതി. വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും തീരുമാനിച്ച് KPCC നേതൃത്വം. പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ സുഹൃത്ത് കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ 34-കാരൻ ജയേഷിന്. ആക്രമണം നടന്നത് വ്യക്തിവൈരാഗ്യത്താൽ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നാടെങ്ങും അഭിനന്ദന പ്രവാഹം. ഷൊർണൂരിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് P മമ്മിക്കുട്ടി MLAയും പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മുഹമ്മദ് മുഹ്സിൻ MLAയും ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.